us to this place. We're filled with wonder that words couldn't ever contain. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we've been waiting for. When the morning light brings us to our feet, we'll keep chasing what we were meant to be. We can feel it, we're ready for anything. This is what we've been waiting for. At the dawn of forevermore, we can stand on this ground so sure. This is what we knew we would find, leaving all of our doubts behind. We can stand on this ground so sure. കർത്താവാണെന്റെ ഇടയൻ, അവിടുന്ന് എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴലിൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുവനന്തപുരത്തെ പോലെ ഭൂമിയിലും ആകണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഈ പ്രഭാതത്തിൽ കർത്താവേ, അവിടുത്തെ നാമത്തിൽ ഭവനത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുകയാണ്. അവിടുത്തെ അനന്തമായ കാരണത്തോട് നന്ദി പറയുന്നു. അവിടുന്ന് ആദിയിലെ പദ്ധതി ഒരുക്കി കർത്താവെ ഇന്ന് ഈ മനോഹരമായ ദിവസത്തെ ഒരുക്കി. ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കള് വിവാഹ വാഗ്ദാനത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരുക്കത്തിനായി മുന്നോട്ട് നീങ്ങുമ്പോൾ കർത്താവെ, അവിടുത്തെ ആശീർവാദത്താൽ അനുഗ്രഹത്താലാണ് എല്ലാം നടക്കുന്നത്. കർത്താവെ, അവിടെ തിരുസന്ധിയിൽ മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്ന രണ്ട് കുടുംബങ്ങളെയും ഇന്ന് കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ ആ വലിയ സ്നേഹം എല്ലാവരുടെ മേലും ചൊരിയണമേ. അവിടുത്തെ തിരക്കത്തിന്റെ സംരക്ഷണം എല്ലാ മക്കളുടെ മേലും ഉണ്ടാകണമേ. കർത്താവെ, ഇവരെ മക്കളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കഷ്ടപ്പാടിൽ അവരുടെ പ്രതിസന്ധികളെല്ലാം കർത്താവെ അവിടെ തുണയായിരുന്നു. മക്കളെ അവിടെ കൈപിടിച്ച് നടത്താൻ വഴി നടത്താൻ അവിടെ നിന്ന് അനുഗ്രഹിച്ച് നടത്താൻ എന്ന് പറയുന്നു. ഈശോയെ, ഞങ്ങളുടെ മരിച്ചുപോയ പൂർവികർ, അപ്പച്ചി, അമ്മച്ചി, അവരുടെ മമ്മി, ഡാഡി എല്ലാവരും ഓർക്കുന്നു. ഈശോയെ, അവരെല്ലാം അതുപോലെ മറ്റു മരിച്ചു ഞങ്ങളുടെ കുടുംബങ്ങൾ മരിച്ചു എല്ലാവരും ഓർക്കുന്നു. അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു.
കാരണവനായ ഈശോയെ, അവിടുന്ന് ഈ കുടുംബത്തിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെ ഓർത്തൊരിക്കൽ കൂടി നന്ദി പറഞ്ഞു മാത്രപ്പെടുന്ന ഈശോയെ, പ്രത്യേകമായി അവിടുത്തെ പരിപാലന ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളിലും ഉണ്ടാകണമേ. അവിടെ നടക്കുന്ന ഞങ്ങൾ കടന്നു ചെല്ലുന്ന ഭവനത്തെയും അവിടുത്തെ ശുശ്രൂഷകളെയും ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവെ അവിടുത്തെ അനന്തമായ കരുണത്താൽ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇന്ന് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളെയും യാത്ര ചെയ്യുന്നവരെല്ലാം അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഇവിടുന്ന് യാത്ര കൊടുക്കുന്നത് ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. അവിടുത്തെ വലിയ സംരക്ഷണം ഞങ്ങൾ എല്ലാവരുടെ മേലുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആപത്തുകളും അനർത്ഥങ്ങളും സംരക്ഷിക്കണമേ. ഈശോയെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിറച്ച് ഇന്നത്തെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരാൻ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇവിടുത്തെ വാത്സല്യം എല്ലായ്പ്പോഴും കൂടെ പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ ഓരോരുത്തരേക്ക് മക്കളായ ഞങ്ങൾ ഓരോരുത്തരെയും ചേർത്ത് പ്രത്യേകമായി ഇന്നത്തെ ഡാനിമനെയും അതുപോലെ തന്നെ ദിവ്യയും പ്രത്യേകം ചേർത്ത് വയ്ക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇന്നൊരു പുതിയ ഒരു തീരുമാനം എടുക്കാൻ പോകുമ്പോൾ ഉറച്ചു നിൽക്കുവാനും അതിൽ നിന്ന് വലിയ ഒരു ഈശോയുടെ പദ്ധതിയിലേക്ക്, ഈശോയുടെ വിളിയിലേക്ക് നടന്നെടുക്കുവാൻ അതിനുള്ള എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ഇവർക്ക് ലഭിക്കുവാൻ വേണ്ടി അമ്മ നിരന്തരം മാധ്യസ്ഥം വഹിക്കണം. നമ്മുടെ സാന്നിധ്യം മക്കളുടെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവായ ദൈവത്തിന്, മഹത്തനായ പുത്രനായ ദൈവത്തിന്റെ ഹൃദയത്തിൽ പരിശ്രമം വഴി ഞങ്ങൾ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെ സമർപ്പിച്ച് പ്രത്യേകമായി ഡാനിമോനെയും ദിവ്യയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. നമുക്ക് നെറ്റിയെ കുരിശ് വരച്ച് ഈശോയുടെ അനുഗ്രഹം പ്രാപിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണം. തമ്പുരാനെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ set out at the first light. We lit up with the sunrise. Gets my heartbeat running wild when you're here.
by my side, and we'll dream out loud. Take our chance, take it now. We will go from this day on. Take this world and make it ours. You and I, all life long, we'll take this world from this day on. We can breathe in the moment. Open arms, we can own it. All these dreams we can run down. Feel it fall into place now. We will go from this day on. Take this world and make it ours. You and I, all life long, we'll take this world from this day on. From this day on. And we'll dream. Let's run to the rest of our lives and leave everything that we've known behind. We won't look back. Together we have everything that we'll ever need.
നാമത്തിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിലെ സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗം ഭൂമിയിൽ നിറഞ്ഞിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്പരമായി പ്രഖ്യാപിക്കുക. അങ്ങയുടെ സേവനം വിവാഹത്തിന്റെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതത്തിൽ തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നേക്കും. ഭൗതികമായ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിനെ അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണതയോടെ അവരിലുള്ളവരും ഭാഗ്യവാന്മാർ. പൂർണ്ണതയോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പന എനിക്കാകാതിരിക്കട്ടെ. അങ്ങയുടെ നാമം പുറപ്പെടുന്ന ശാസനകളെ എന്റെ അതിരങ്ങൾ പ്രഘോഷിക്കും. സർവ്വസംഖ്യനെന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗ്ഗങ്ങളിൽ ചുവടുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹബന്ധം ആശംസിക്കാൻ ഒരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകളോട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജീവനെ പരിപാലിക്കുന്നവരും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തെയും നാഥനായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരെ സഭയിലായി വസിക്കുന്ന പരിശുദ്ധനും സുന്ദരമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിൽ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുതാതിരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. ദൈവികമായ വചനം ശ്രവിക്കുന്നതിന് പ്രകാശിപ്പിക്കണമേ. സ്നേഹവും
മോചനവും രക്ഷയും ഞങ്ങളിൽ ഫലമറിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും ഞങ്ങളുടെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ സഹോദരി പൗലോസ്ലിഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിനുള്ള വായന. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്ക് ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയവുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആളുടെ പ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നുമില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമുക്ക് സദാകുന്ന പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിന്നെ സ്നേഹിച്ചു. നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഈ ദിവസത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും എല്ലാവരുടെയും പേരിൽ ദയവായിട്ട് സഭയുടെ പേരിൽ അറിയിക്കുക. യേശു ആരാണെന്ന് അവരുടെ ദൗത്യം എന്താണെന്ന് ഈ തിരുനാൾ ദിവസത്തെ വിശുദ്ധ വായന വ്യക്തമാകുന്നുണ്ട്. ഇവിടെ നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഇന്നത്തെ നമ്മുടെ വിദ്യയിലുള്ള വായനയിൽ പറയുക, ഈശോ മാമോദിസ സ്വീകരിച്ചപ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് വായിക്കുന്നുണ്ട്. സ്വർഗം തുറക്കപ്പെട്ടു, പറഞ്ഞിരിക്കുന്ന ആകാശം പിളർന്നതാണ്. 2 പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേലെ ഇറങ്ങി വന്നു. 3 പിതാവായ ദൈവത്തിൻ്റെ സ്വരം, ഇവൻ എൻ്റെ പ്രിയപുത്രനാവുന്നു. യേശുവിൻ്റെ ദൗത്യവും അവിടുത്തെ വ്യക്തിത്വം എന്താണ് എന്ന് അവിടെ വ്യക്തമാവുകയാണ്. ആദ്യത്തെ ആകാശം പിളർന്നതാണ് പറയുക എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യർക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി അനുഗ്രഹങ്ങൾ ഭക്ഷിക്കുന്നു എന്നാണ് അർത്ഥമാകുന്നത്. പാപമൂലം അടയ്ക്കപ്പെട്ട അല്ലെങ്കിൽ അടഞ്ഞ ആ സ്വർഗകവാടം ദൈവം മനുഷ്യർക്കായിട്ട് തുറന്ന് ദൈവത്തിൻ്റെ ഹൃദയ അനുഗ്രഹവും നമുക്ക് വേണ്ടി അവിടുന്ന് നൽകുന്നു എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ യേശുവിൻ്റെ പേര് അയക്കുന്നു. യേശുവിനെ തൻ്റെ ദൗത്യത്തിന് ശക്തിപ്പെടുത്തുവാനായിട്ട് ആ പരിശുദ്ധാത്മാവിനെയാണ് നമുക്കും സഹായകനായിട്ട് കർത്താവ് വാഗ്ദാനം ചെയ്തത്. 3ാമതായിട്ട് ദൈവം
യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ പ്രിയപുത്രനാവുന്നതിന്. ഇന്ന് ദാനിയേൽ അതുപോലെ തിരികെ പ്രഖ്യാപനം നടത്തുകയാണ്. അവരുടെ ജീവിത വിളി ദൈവവിളി എന്താണ് എന്ന് അവരെ തിരിച്ചറിഞ്ഞ് അത് വിവാഹ ജീവിതമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ വിവാഹ ജീവിതത്തിന് ഞങ്ങൾ ഒരുക്കമാണ്. ദൈവത്തിന് അതിനെക്കുറിച്ചുള്ള പദ്ധതി അത് പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടെ സ്വീകരിക്കുന്നു, അതിന് യേസ് പറയുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അവയുടെ എല്ലാവരെയും കൂടെ ഇവിടെ ദൈവം നിങ്ങൾക്ക് ഈ വെളിയെ തുറച്ചു നിൽക്കുവാനും ആ വെളിയുടെ ദൗത്യങ്ങൾ നിർവഹിക്കുവാനുള്ള എല്ലാ പ്രഭാവനങ്ങളും ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങളുടെ വാഗ്ദാനത്തിന് ഒരുക്കമാണെന്ന് വാഗ്ദാനം ചെയ്യുമ്പോൾ ദൈവം നിങ്ങൾക്കായിട്ട് നൽകുന്ന വാഗ്ദാനം എത്തുന്നതല്ല, തൻ്റെ ഏകകാലം തന്നെയാണ്. ഇതിൻ്റെ പ്രിയപുത്രനെ നിങ്ങൾക്കായിട്ട് നൽകുന്നു, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കായിട്ട് നൽകുന്നു. അതായത് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സഹായകമായിട്ടാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ഞാൻ കർത്താവിൻ്റെ അന്ത്യ വേളയിൽ പറയുന്നത് ഞാൻ സഹായിയെ അയക്കുന്നു. സഹായിയെ നമുക്ക് എന്തെങ്കിലും കുറവുകൾ പോരായ്മകൾ ഉള്ളപ്പോൾ നമ്മുടെ ശക്തിക്ക് അധികമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുമ്പോൾ നമുക്ക് ആരെങ്കിലും സഹായം ആവശ്യമുണ്ട്. അവിടെ നമ്മൾ നഷ്ടത്തിലാകേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തികളെ പോവുകയാണ്. 2 ദിവസങ്ങളിലും വിവാഹത്തിന് തിങ്കളാഴ്ചകളിൽ വിവാഹങ്ങളുടെ കൂടാൻ ശക്തീകരിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ആത്മാവിനോടൊപ്പം അറിയിക്കുന്ന അവസ്ഥയാണ്. തൻ്റെ പ്രിയപ്പെട്ടതായ യേശുക്രിസ്തു നിങ്ങൾ സ്വന്തമായി അവിടെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ അവബോധം നൽകുന്ന അവസരമാണ്. ഈ ദിവസങ്ങളിൽ ഈ ദിവസം നിങ്ങളെല്ലാ അനുമോദനങ്ങളും എല്ലാ സ്വർഗങ്ങൾക്കായിട്ട് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ സമർപ്പയിൽ പരിശുദ്ധയുടെ മാധ്യസ്ഥ വഴിയായിട്ട് നിങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹവചങ്ങൾ ഉറക്കുകയുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടി ഈ അനുഗ്രഹവചങ്ങൾ ലഭിക്കുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കുവാനുള്ള കടമയിൽ അതിനുവേണ്ടിയാണ് നമുക്ക് ഈ ദേവാലയത്തെ ഒരു അധികൃതമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സംബന്ധിച്ചിരിക്കുമ്പോൾ ഞാൻ വാഗ്ദാനം ചെയ്യുന്ന സ്വർഗീയ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാളിയായ സഭയെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭാവത്തോടെ വിശ്വസത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിഭാഗത്തിൻ്റെ ഈ കൗതാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വബോധത്തോടെ പൂർണ്ണ മനസ്സോടെയുമാണ് വിഭാഗത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമൂഹം ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ദിവ്യയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ദിവ്യ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഡാനിയെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷ്യമാണ്. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാകാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സന്തോഷവും പ്രത്യേകതയോടെ വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഇവർക്ക് വേണ്ടി കർത്താവ് ഇവരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയാണ് ഇവരെ പരസ്പരം യോജിപ്പിക്കുന്നതെന്ന് അറിയുവാനും വിവാഹ ജീവിതത്തിന്
പരസ്പര ഐക്യവും വിശ്വസ്തതയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട വിവാഹത്തിന് ഒരുങ്ങുവാൻ യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിന് സന്നദ്ധയുള്ളവരായിരിക്കാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഒരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. മനുഷ്യരെ പുരുഷനും സ്ത്രീയുമായ സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്തമായ പരിപാടി ഞങ്ങൾ വാഴ്ത്തുന്നു. ഹരിയവർണ്ണകന്മാരെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സതതമായി ഇവരെ ചുരിഞ്ഞ് ഇവരെ പരിപാലിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാ വിവാഹത്തിന് ഒരുങ്ങുവാൻ കാരണമായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹം എന്ന കൂതാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Takes me, 'cause all I want is you there too.
don't let me. Is you with me? As long as I'm with you, it never could be wrong. It's right where we belong. It's right where we belong. It's right where we belong. We were both young when I first saw you. I close my eyes and the flashback starts. I'm standing there on a balcony in summer air. See the lights, see the party, the ball gowns. See you make your way through the crowd and say hello. Little did I know that you were Romeo, you were throwing pebbles, and my daddy said stay away from Juliet, and I was crying on the staircase, begging you please don't go. And I said, Romeo, take me somewhere we can be alone. I'll be waiting, all there's left to do is run. You'll be the prince and I'll be the princess. It's a love story, baby, just say yes. ഒഫീഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ദിവ്യ സറിയ ആൻഡ് കൊച്ചുപുരമണി ഫാമിലി, ഡോക്ടർ മിസ്റ്റർ സറിയ ഫ്രാൻസിസ് ആൻഡ് മിസസ് ലിജി സറിയ, ഡാനി ഡേവിഡ് ജോസഫ് ഫ്രം മൈലവേലി ഫാമിലി, സൺ ഓഫ് മിസ്റ്റർ ജോസഫ് എം.എ. ആൻഡ് സീന ജോസഫ്. രണ്ടുപേരുടെയും മുന്നോട്ടുള്ള ജീവിതം ഏറ്റവും ശുഭകരമായി തീരട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം. ഈ സദസ്സിൽ ഇവരെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. അതിനായി ഇവിടെ സന്നിഹിതനായിരിക്കുന്ന വൈദികൻ ഫാദർ ഷെയ്സ് വർക്കി വേദിയിലേക്ക് ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇത് നിങ്ങളുടെ ദിവസമാണ്, കർത്താവ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്ന ദിവസമാണ്. നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. നിങ്ങൾ മനസ്സമ്മതത്തിലൂടെ വിവാഹത്തിനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് ചെയ്യുകയാണ്. അപ്പൊ ഞങ്ങളെല്ലാവരുടെയും പേരില് നിങ്ങൾക്ക് ആദ്യം തന്നെ നല്ലൊരു കൈവരിയോടുകൂടെ എല്ലാവരും ആശംസിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി നല്ല ആശംസകൾ തരാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു, സന്തോഷം പങ്കുവെക്കാൻ വന്നിരിക്കുന്നവരുമാണ്. അപ്പൊ ഇവിടെ സാന്നിധ്യം തന്നെ ഒരു പ്രാർത്ഥനയാണ്, നിങ്ങൾക്കുള്ള ആശംസയാണ്. അപ്പൊ സ്നേഹത്തോടുകൂടെ നിങ്ങളുടെ ജീവിതം എന്തൊരു മധുരകരമാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഏറ്റവും സ്നേഹത്തോടെ ഡാനിയുടെ പാരന്റ്സിനെയും ദിവ്യയുടെ പാരന്റ്സിനെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ദിവ്യ സറിയ completed her PG in Physics from St. Aloysius College and completed her BA from Holy Family Training College, Koduvayur. And Dani is working as an SWPO engineer, and he has completed his BTech from Rajiv Gandhi College of Engineering, State Perumbattur. ദിവ്യയുടെ പാരന്റ്സിനെ ഇവിടെ കൂടി ഇരിക്കുന്നവരെല്ലാം എല്ലാവർക്കും അറിയാം. ദിവ്യയുടെ പപ്പ എന്നല്ല ഡാഡി എന്നാണ് അവൾ വിളിക്കുന്നത്. ദിവ്യയുടെ ഡാഡി റിട്ടയർഡ് ഹയർ സെക്കൻഡറി ടീച്ചറാണ്, ശ്രീ സറിയ ഫ്രാൻസിസ്. അമ്മ ലിജി സറിയ കുറ്റിയോട് AUP സ്കൂൾ ഹെഡ് മിസ്ട്രസ് ആണ്. ഡാനിയുടെ പാരന്റ്സ് പപ്പ ശ്രീ ജോസഫ് എം.എ. റിട്ടയർഡ് മെയിൻമാർച്ച് സെക്രട്ടറിയാണ്. അമ്മ സീന ജോസഫ് ഹൗസ് വൈഫാണ്. ദിവ്യയുടെ ബ്രദർ ഗോർഗിൻ സറിയ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റില് ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. ഗോഡ്വിന്റെ വൈഫ് ജിയ റോസ് റിസർച്ച് ചെയ്യുകയാണ്. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയില് ബോട്ടണിയിൽ റിസർച്ച് ചെയ്യുന്നു. അവർക്ക് ഒരു മോനാണുള്ളത്.
മോനെ ഞങ്ങൾ കറിയാച്ചെന്ന് വിളിക്കും. അവന്റെ പേര് ഗ്യാറ്റ്ലിൻ. ദാനിയുടെ ബ്രദർ ഡെന്നി, അദ്ദേഹം അഗ്രോളജിസ്റ്റ് ആയിട്ട് കാനഡയിൽ വർക്ക് ചെയ്യുന്നു. ഡെന്നിയുടെ വൈഫ് ട്രീസ സെബാസ്റ്റ്യൻ ആയുർവേദ ഡോക്ടറാണ്. രണ്ടുപേരും കാനഡയിൽ സെറ്റിൽഡ് ആണ്. There's no words to show you how. No song that's come from David's crown. I'll take my soul, pour it out at your feet. I wait patiently for you. Oh, I will forever and always put you before me till the end of time. But until my last breath rolls in, oh, I am yours, you are mine. My heart beats for you alone. No house can hold the love that we own. Every time you fall from grace to your knees, I'll wait patiently for you. Oh, I will forever and always put you before me till the end of time. But until then, till my last breath rolls in, oh, I am yours, you are mine. Someday we'll see what forever means, my love. Someday we'll see what forever means, my love. Someday we'll see what forever means, my love. Someday we'll see what forever means, my Hush now, dry your eyes. Fate is upon us, the changing of times. Welcome, blood red skies, burn in the wake of a world left behind. Can't escape the fallout. Feel the fire
we're dreaming, and we'll never stop believing. Wanna ever have this feeling all for you. Oh, I do. Oh.
can't help but